അടുക്കളയിൽ വന്ന് ഇത്തിരി സഹായിച്ചാൽ എന്താ നിനക്ക്? ആ പെണ്ണ് കേൾക്കും. കേട്ടാലെന്താ? നിനക്കത് പറയാം. എന്നോട് ഈയിടെയായിട്ട് അവൾ കുറച്ച് അനുഭാവം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. നിന്നോടോ? എടാ നീ ഒരു മഹാമണ്ടൻ തന്നെ. അച്ഛനും അമ്മയ്ക്കും ഒറ്റ മോള്, ഡോക്ടർ ഭാഗത്തിന് പഠിക്കുന്ന പെണ്ണ്. അനുഭാവത്തിന് ചെന്നാൽ നിന്റെ തടി അലങ്കോലമാവും. എടാ ഞാൻ നിന്നെ പോലെ തുക്കട പ്രീ ഡിഗ്രിക്കാരനല്ല. ഞാൻ ബികോം ഫസ്റ്റ് ക്ലാസ്സാ, അറിയോ? പിന്നെ ഇപ്പോഴത്തെ ജോലി ശകലം മോശമാ, അത് തരാം. പക്ഷേ ഞാൻ കാണാൻ നിന്നെ പോലല്ല, കുറച്ചുകൂടെ സുന്ദരനാണ്. അവളുടെ അച്ഛനോട് പറയും എനിക്ക് ഇയാളെ തന്നെ മതിയെന്ന്. അവള് ജയിച്ചു കഴിയുമ്പം ഞങ്ങൾ മനോഹരമായ ഒരു നേഴ്സിംഗ് ഹോം കിട്ടും. പിന്നെ ഞാനൊരു വിലസും ഞാനായിരിക്കും അതിന്റെ നടത്തിപ്പുകാരൻ. അപ്പൊ വല്ല ക്യാൻസറോ കുഷ്ഠോ പിടിച്ചോണ്ട് വന്നാൽ ഞാൻ നിന്നെതാ ഇങ്ങനെ പിഴിഞ്ഞെടുക്കും. കാശ് എന്നില്ലെങ്കിൽ ആ ക്യാൻസറോട് കൂടി അപ്പ ഗേറ്റൗട്ടടിക്കും. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. നടക്കും. ഒരു ഗതിയില്ലാതെ നീ പെരുവഴി കൂടെ നടക്കും. നിന്റെ കരുനാക്കം വെച്ചോണ്ട് ചുമ്മാരുന്നേ. എന്താണോ മുഖത്ത് കണ്ണില്ലേ? ഞാനാ കുഴപ്പമുണ്ടാക്കിയത്. കുട്ടിമിണ്ടായിരിക്കൂ, ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. മിസ്റ്റർ, ശ്രദ്ധയില്ലാതെ റോഡ് ക്രോസ് കൊണ്ട് പറ്റിയതാ. ഇവിടെ ശ്രദ്ധയില്ലാതെ റോഡ് ക്രോസ് ചെയ്യുമ്പോ തനിക്ക് ബ്രേക്ക് അറിഞ്ഞൂടെ? താനും കൊണ്ടും കൊള്ളിച്ചാണ്ടല്ലോ. വിളിച്ചാൽ താൻ എന്ത് ചെയ്യും? താൻ തറവാട്ടി പറഞ്ഞ പെമ്പിള്ളാർക്ക് വഴി നടക്കാൻ മേലെന്ന് വെച്ചാൽ സത്യം പറയണോ? താൻ മനപ്പുറം കൊണ്ടിരിച്ചല്ലേ? മര്യാദക്ക് സംസാരിക്കണം. മനസ്സില്ല, ഇത് എനിക്ക് വേണ്ടപ്പെട്ട കുട്ടിയാ. തനിക്ക് എന്താ വേണ്ടത്? എനിക്ക് കുന്തം വേണം. ഇതിനൊരു തീരുമാനമാകാതെ തന്നെ ഞാൻ വിടില്ല. കൗണ്ടർ. താൻ എന്താ വിളിച്ചേ? സ്കൗണ്ടറിൽ സ്കൗണ്ടറിന്റെ അർത്ഥം എനിക്കറിയാണോ? ചുമ്മാ അല്ല, ബികോം ഫസ്റ്റ് ക്ലാസ് പാസ്സായത്. സ്കൗണ്ടർ എന്ന് വെച്ചാൽ തെണ്ടിയത്. തെണ്ടിന്നല്ലേ? ശരി, അഹങ്കാരം ഞങ്ങൾ സഹിക്കില്ല. ഇതെല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ. ആയിരിക്കട്ടെ. എങ്ങനെയുണ്ട് സീൻ? നായികയ്ക്ക് വേണ്ടി നായകന്റെ ആദ്യത്തെ ത്യാഗമാണിത്. ഇനി സെന്റിമെന്റ്. അവള് വീണത് തന്നെ. ഓ, അയാൾ തിരിച്ചടിച്ചിരുന്നെങ്കിൽ നീ നാറിപ്പോയേനെ. ചിലപ്പോ നാറിപ്പോകുമായിരുന്നു. നിക്കടി മോളെ, നമ്മുടെ പിള്ളേരല്ലേ. പണിക്കരമാവൻ എങ്ങോട്ടാ? വാവടച്ചില്ലേ മോനെ? ദിവസേന ഓരോന്നിനായിട്ട് കൊണ്ടുപോയി ഇഞ്ചക്ട് ചെയ്യിക്കുക. ഈ വയസ്സുകാലത്ത് അമ്മാവൻ ആരെങ്കിലും സഹായത്തിന് വിളിച്ചൂടെ? നീ തന്നെ ഇപ്പൊ വാടക വന്നിട്ട് 2 മാസമായില്ലേ? സഹായത്തിന്റെ ആളെ വെച്ച് അവന് ശമ്പളം കൊടുക്കണ്ടേ? അതിന് കാശ് പറയുന്ന കണ്ടില്ലേ? പെട്ടിയിൽ പൂത്ത പണം അടുക്കി വെച്ചിരിക്കുന്നത് ആർക്കും അറിയില്ലെന്നാ വിചാരം. ഓ ഇനി വാടക വരുന്ന വാടക 2 ആഴ്ചക്കകം തരാം. അത് പറ്റില്ല. നീ വണ്ടി വിട്. ആഫീസിൽ വന്ന് ഞാൻ നാറ്റിക്കും 2 എണ്ണത്തിനും പറഞ്ഞേക്കാം. അവിടെ നീ നാറാൻ ബാക്കിയൊന്നും ഇല്ല. അത് ശരി, വാ മോളെ. എല്ലാവരും എന്താ ഇവിടെ? പുതിയ MD 10 മണിക്ക് എത്തുന്ന ഫോൺ ഉണ്ടായിരുന്നു. ഓ എടാ വിജയ, നമ്മുടെ ഭാവി ദൈവം വരാൻ പോകുന്നു. ഓ ഈശ്വര രക്ഷിക്കണേ. രക്ഷിക്കും. ഹാർട്ടി വെൽക്കം ടു അവർ ഓഫീസ്. താങ്ക് യു. വണ്ടി കേടായി, ഞാനൊന്ന് ചെളി വീഴുകയും ചെയ്തു. ഓ മൈ ഗോഡ്, വരൂ സാർ. തൃപ്തിയായില്ലേ നിനക്ക്? പെണ്ണിന്റെ മുമ്പിൽ ആളാവാൻ ചെന്ന് സ്വന്തം കഴുത്തിന് തന്നെ കത്തി വെച്ചില്ലേ? ജോലി തെറിക്കുമെന്ന് ഉറപ്പാ. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഞാൻ വിചാരിച്ചു. എടാ, മുന്നും പിന്നും നോക്കാതെ ചാടി പുറപ്പെട്ട ഇങ്ങനെ ഇരിക്കും. എന്റെ കഷ്ടകാലത്തിനാ ഞാൻ ആ വീലിന്റെ കാറ്റഴിച്ചു വിട്ടത്. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. ഏട്ടന്റെ ഭാര്യയുടെ താലിമാലയും മോഷ്ടിച്ച് നാട് വിട്ടോനാ ഞാൻ. മാസത്തിലൊരു 10 രൂപ വീതെങ്കിലും സ്വരുക്കൂട്ടി വെച്ച് മാലയും കൊണ്ട് വേണം വീട്ടിൽ ചെല്ലാനെന്ന് വിചാരിച്ചതാ. നടപ്പില്ല. ഈ ജന്മത്തിൽ ഇനി നടപ്പില്ല. നീ അപ്സെറ്റ് ആവാതിരിക്കുക. എങ്ങനെയാണോ അപ്സെറ്റ് ആവാതിരിക്കുക? ആട്ടുന്നുപ്പാണേലും ഈ പ്യൂണിന്റെ പണി കൊണ്ട് കഞ്ഞി വെച്ച് കുടിക്കാനെങ്കിലും പറ്റുമായിരുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും? ബുദ്ധിപൂർവ്വം നീങ്ങിയാൽ നമുക്ക് രക്ഷപ്പെടാൻ വഴിയുണ്ട്. എങ്ങനെ? മനസ്സിലായില്ല സാർ, ഇത് ഞങ്ങളാണ് സാർ. ഇത് ദാസൻ. അല്ല, ഇത് വിജയൻ, ഞാൻ ദാസൻ. അത് മനസ്സിലായി. ഈ കോപ്രായത്തിന്റെ അർത്ഥം മനസ്സിലാകാത്തത്. ഇവന്റെ കണ്ണ് നല്ല സുഖമില്ല, അതുകൊണ്ടാണ് ഗ്ലാസ് വെച്ചത്. തന്റെ താടിയോ?
അതിന്നിവൻ ഷേവ് ചെയ്തില്ല. ഒരു ദിവസം ഷേവ് ചെയ്യില്ലെങ്കിൽ ഇത്രയും താടി വളരുമോ? വളരും. എന്താണെന്നറിയില്ല, ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും ഇങ്ങനെയാ. പാരമ്പര്യമായിട്ടുള്ള ഒരു പ്രത്യേകതയാണ് ഈ താടി വളർച്ച. ഓഹോ, അതിരിക്കട്ടെ. ഇന്നലെ കാലത്ത് മറ്റേ ആരുടെ ചോദിച്ചാ പുറത്തു പോയത്? ലീവ് ലെറ്റർ പോലും എഴുതി വെക്കാത്ത എം ഡി ചൂടായിട്ടിരിക്കുക. സാർ, അത് ആക്ച്വലി ഞങ്ങൾക്കൊരു വയറിളക്കം പിടിപെട്ടു അല്ലേ? അത് ഞങ്ങൾ രണ്ടുപേർക്കും. അപ്പൊ ആ ബഹളത്തിനിടയിൽ ഒക്കെ എം ഡിയോട് നേരിട്ടങ്ങ് പറഞ്ഞാൽ മതി. സാർ, ഉം. 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 യെസ്, കം ഇൻ. യെസ്. ഞങ്ങൾ ഇവിടുത്തെ അറ്റൻഡേഴ്സ് ആണ് സാർ. കഠിനമായ വയറുവേദന മൂലം ഇന്നലെ ഞങ്ങൾക്ക് ലീവ് ലെറ്റർ എഴുതാൻ സാധിച്ചില്ല. വയറുകൊണ്ടാണോ ലീവ് ലെറ്റർ എഴുതുന്നത്? അല്ല, നിങ്ങൾ ഇന്നലെ ഞങ്ങളില്ല സാർ. അതല്ല. ഇല്ല സാർ, ഞങ്ങൾ ഇന്നലെ ഇല്ല സാർ. റോഡിൽ വെച്ച് പെൺകുട്ടി കാറടിച്ചപ്പോ ഞങ്ങൾ ഡ്യൂട്ടി തുടങ്ങട്ടെ സാർ. വരട്ടെ. പക്ഷെ താടി ആ ഗ്ലാസ് നൂരി. ഞാൻ കണ്ണ് പഴുത്ത് ചീഞ്ഞിരിക്കുകയാണ്. ഗ്ലാസ് മാറ്റിയാൽ സാർ ഞെട്ടിപ്പോകും. ഞങ്ങൾ ഡ്യൂട്ടിക്ക് കയറട്ടെ സാർ. ആ, സാർ, സദാശിവൻ സാർ റിട്ടയർ ചെയ്തപ്പോ എടുത്ത സ്റ്റാഫിന്റെ ഫോട്ടോസാ. ഇതാ ഞാൻ പറഞ്ഞത്. ബുദ്ധി ഉണ്ടെങ്കിൽ ഏത് കൊലകൊമ്പനെയും നമുക്ക് തളയ്ക്കാൻ നോക്കും. സത്യം പറയാലോ, ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ ഒരു ഐഡിയക്ക് നിന്നോട് എനിക്ക് ബഹുമാനം തോന്നുന്നുണ്ട്. ഈയെടാ, വലിയൊരു ബുദ്ധിരാശ്വാസൻ. ജോലി പോകാതെ രക്ഷിച്ചതിന് നീ എന്റെ കാല് പിടിക്കണ്ട. അല്ല, കുഴപ്പമില്ല. കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണമെന്നൊരു ശാസ്ത്രമുണ്ടേ. അങ്ങനെയല്ല, കാര്യം കാണാൻ കഴുത കാലും പിടിക്കണമെന്ന്. ആ. അല്ലേലും ഈ തല്ലിപ്പൊളി കമ്പനിയിലെ ജോലി ഞങ്ങൾക്ക് പ്രശ്നമല്ല. പക്ഷെ ഇന്ന് ഞങ്ങളുടെ ദേഹത്ത് തൊട്ടവനെയൊക്കെ ഇരുട്ടടി അടിച്ചില്ലെങ്കിൽ നോക്കിക്കോ, ഈ കമ്പനി 6 മാസം പൊളിഞ്ഞ് നോറോട് കല്ല് പറിക്കും. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, തൊഴിലാളിക്കും സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, തൊഴിലാളിക്കും സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. വിശാല മനസ്കനെ സോപ്പടിച്ച് പ്രമോഷൻ വാങ്ങിക്കാൻ ഇരുന്നിട്ടിപ്പോ കടിച്ചതും പോയി പിടിച്ചതും പോയി. പോയത് പോട്ടടാ. ഈ നാട്ടിൽ വേറെ കമ്പനിയില്ലേ? അങ്ങനെ തോറ്റു കൊടുക്കാനൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. പലചരക്ക് കടയിൽ 500 രൂപ, പാലിന്റെ കാശ്, 2 മാസത്തെ വാടക, ഇനി വല്ല ജോലിയും തരപ്പെടുന്നത് വരെ വായു ഭക്ഷണം. ഭക്ഷണം ഭക്ഷണം ഈ ഒറ്റ ചിന്തയേ ഉള്ളൂ. എന്നാ നമുക്ക് ശ്രീലങ്ക കരാറിനെ പറ്റിയും സൗദി അറേബ്യയിലെ കൂട്ടക്കൊലയെ പറ്റി സംസാരിക്കാം. എന്താ? ഇട മുന്നോട്ട് നീങ്ങാനുള്ള അടുത്ത മാർഗം എന്തെന്ന് കണ്ടുപിടിക്കേ. ഭക്ഷണം. അതാ നിന്റെ ഭാവി ഭാര്യ. ഉള്ള കഞ്ഞിയിൽ മണ്ണുവാരിയിട്ട സാമദ്രോഹി പോകുന്നതാ. കനകം മൂലം കാമിനി മൂലം തടിയും കേടായി ഭാവിയും വടിയായി. ഞാൻ ആഫീസിൽ പോയിരുന്നു. അമ്മാവ, ഞങ്ങളെ അവിടെ നിന്ന് പിരിച്ചു വിട്ടു. എല്ലാ വിവരങ്ങളും ഞാൻ അറിഞ്ഞു. നീ ഒറ്റ കാര്യം ചെയ്താൽ മതി. ആ വാടക കുറിച്ച് ഞങ്ങൾ തന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയട്ടെ. അയ്യോ, അമ്മാവും കൂടെ ഞങ്ങളെ പുറത്താക്കിയ ഇനിയിപ്പോ നിങ്ങൾ എങ്ങനെ വാടക തരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കേണ്ടത്? അമ്മാവ, ഞങ്ങൾ രണ്ടുപേരും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഓ, എന്നാ പിന്നെ പേടിക്കണ്ട. മരിക്കണതിന്റെ തലേ ദിവസം ഓർഡർ വരും. എടോ, നിങ്ങൾ ശുദ്ധ ദുരഭിമാനികളാ. ഇക്കാലത്ത് 4 അക്ഷരം പഠിച്ചോ അവൻ പോക്ക. മണ്ണി നോക്കുന്നവനും കല്ലുടയ്ക്കുന്നവനൊക്കെ ഇന്നത്തെ കൂലി എന്താണെന്നറിയാമോ? മക്കളെ, സർക്കാർ ഉദ്യോഗസ്ഥന് വായും പൊളിച്ചു നിൽക്കുന്നവൻ മൂഢനാ. സ്വന്തമായി എന്തെങ്കിലും ചെയ്ത് 4 കാശുണ്ടാക്കാൻ നോക്കും. അങ്ങനെ അങ്ങ് തറയാകാൻ നോക്കുവോ? കരിങ്കല്ല് ചുമക്കുക എന്നൊക്കെ പറഞ്ഞ അതിനു വേണ്ടിയാ ഞാൻ ബികോം ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായത്. കരിങ്കല്ല് ചുമക്കൽ മാത്രമല്ലല്ലോ ജോലി. ബാങ്കിൽ നിന്നൊക്കെ വായ്പ കിട്ടില്ലേ? ഇപ്പൊ ഈ തൊഴിലില്ലാത്തവന് തൊഴിൽ തുടങ്ങാൻ 25,000 രൂപ വരെ ബാങ്ക് വായ്പ കൊടുക്കുന്നുണ്ട്. അത് മേടിച്ച് വല്ല ചെറുകിട വ്യവസായം തുടങ്ങാൻ നോക്ക്.
ബാങ്ക് വായ്പയൊക്കെ രാഷ്ട്രീയ സ്വാധീനം ഇല്ലാത്തവർക്ക് കിട്ടും അമ്മാവാ. ഞാൻ മേടിച്ചു തരാം. വായ്പ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോ ഇവിടെ അത് പ്രയാസമാണ്. അങ്ങനെ പറയരുത് സാർ, എങ്ങനെയെങ്കിലും ഒന്ന് ശരിപ്പെടുത്തി കൊടുക്കണം. നല്ല സത്യസന്ധരായ പിള്ളേരാ. പണിക്കരെ, ഈ ഡിസ്ട്രിക്റ്റിൽ ഇടപാട് നിർത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോ മലപ്പുറം, വയനാട്, കണ്ണൂർ തുടങ്ങിയ പിന്നോക്ക ജില്ലകളിലെ രക്ഷയുള്ളൂ. അയ്യോ, അവിടെയൊന്നും ഞങ്ങൾക്ക് പരിചയമില്ല സാറേ. ഈ ചെറുകിട വ്യവസായം അല്ലാതെ വേറെ വല്ല പദ്ധതി ഉണ്ടോ? പണിക്കരുടെ ആൾക്കാരായതുകൊണ്ട് നടപ്പുള്ളൊരു കാര്യം ഞാൻ പറയാം. 25,000 50,000 ഒന്നും സാധ്യമുള്ള കാര്യമല്ല. പശുക്കളെ വാങ്ങിക്കാൻ വേണ്ടി ഒരു 10,000 രൂപ ഞാൻ ഏർപ്പാടാക്കി തരാം. അയ്യേ, അഭ്യസ്തവിദ്യരായ ഞങ്ങൾ പശുവിനെ പോറ്റാന്നൊക്കെ പറഞ്ഞാൽ വേറെ പദ്ധതിയില്ല. പശു ഒരു സുഖമുള്ള ബിസിനസ് അല്ല. അതെ. ഒന്നും കൊണ്ട് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. സാർ ഒരു മിനിറ്റ്. ആ, എന്ത് ഭോഷന്മാരാണോ നിങ്ങൾ? വല്ല വിധേന നിങ്ങളൊന്ന് രക്ഷപ്പെടുത്താന്ന് വെച്ചാൽ സമ്മതിക്കില്ല അല്ലേ? പശുവിന് എന്താ കുഴപ്പം? ഒരു പശുവിന്റെ പാല് വിറ്റ് കച്ചവടം തുടങ്ങിയവനാ ഞാൻ. ഇപ്പൊ എന്റെ തൊഴുത്തിലൊന്ന് വന്ന് നോക്ക്. ഘടാഘടിയന്മാരായ 50 പശുക്കൾ നിന്ന് വിലസുന്നു. മാർക്കറ്റിൽ 5 മുറി കടവണതു, 3-4 വീട് കെട്ടി. ഇതെല്ലാം ആ മിണ്ടാപ്രാണികളുടെ പാല് വിറ്റ കാശുകൊണ്ടാ നിങ്ങൾ താമസിക്കുന്ന വീട് ഉൾപ്പെടെ. അറിയാമോ? അറിയില്ല. എന്നാ അറിയണം. 10,000 എങ്കിൽ 10,000 മേടിച്ചെടുക്കാൻ നോക്ക്. ദിവസേന 25 ലിറ്റർ പാല് കറക്കണ നല്ല ഒന്നാം തരം 2 ആസ്ട്രേലിയൻ പശുക്കളെ ഞാൻ നിങ്ങൾക്ക് തരാം. ദിവസം എന്ത് ലാഭം വരും? മുഴുവൻ ലാഭം തന്നെയാ. തിരി കഴിഞ്ഞാൽ പിണ്ണാക്ക്, തിരി പരത്തിക്കുരു, തിരി തവിട്, ഇത്രയും കൊടുത്താ പിന്നെ പാല് ശറവറാന്നും പറഞ്ഞ് ഒഴുകുകയായി. ലാഭം കിട്ടുന്ന ഏർപ്പാടാണെങ്കിൽ പശുവോ എരുമയോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. ഈ 10,000-ന് എത്ര പശുക്കളെ കിട്ടും? 25 ലിറ്റർ വീതം കറവുള്ളതല്ലേ? 2 എണ്ണത്തിന് ഞാൻ തരാം. ദിവസേന 50 രൂപ വെച്ച് ബാങ്കിലടക്കാൻ പറ്റുമോ? എന്താ പറ്റാത്ത? നമ്മൾ കാലത്തും വൈകുന്നേരം കൂടെ കറന്നാൽ, പണിക്കരമ്മാവൻ പറഞ്ഞത് പോട്ട്, ആ. ഒരു 30 ലിറ്റർ പാല് കിട്ടും. ആ. 1 ലിറ്ററിന് 5 രൂപ. അപ്പൊ 30 ലിറ്ററിന് 150 രൂപ. ബാങ്കിൽ അടക്കേണ്ടത് 50 രൂപ. പിന്നെ പരുത്തിക്കുരുവും പിണ്ണാക്കെല്ലാം കൂടെ 20 രൂപ. ആ. കറവക്കാരന് 10 രൂപ. ആ. അപ്പൊ 50, 20, 10, 80 രൂപ. ബാക്കി എത്ര ഉണ്ട്? 70. ലാഭമാണോ? ഉവ്വ്. അപ്പൊ മാസത്തിൽ 2,100 രൂപ മിച്ചം. ആ. പിന്നെ നീ എന്താ നിന്റെ പേരിൽ വായ്പ വേണ്ടെന്ന് വാശി പിടിച്ചത്? നീ എന്നേക്കാൾ ഭാഗ്യവാനായതുകൊണ്ട്. ആണോ? ഞാനേ ആയില്യം നക്ഷത്രമാണ്. ഓഹോ. ആയില്യം നക്ഷത്രക്കാർക്ക് ലോൺ എടുക്കാൻ പാടില്ല. ഓഹോ, അത് ശരി. 4 ആളും കൂടി എങ്ങോട്ടാ? ഞങ്ങള് 4 പേരും കൂടെ കാശിക്ക് പോവാ. വരുന്നോ? 5 ആളാവാം. തമാശ പറഞ്ഞതാ. അയാളും കൂടെ എവിടെ പോവാന്ന്. പോയേ. ചാത്തുകേട്ട, ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നു. നാളെ മുതൽ കടത്തിന്റെ ഇടപാട് വേണ്ട. 2 കിലോ തേങ്ങാ പിണ്ണാക്കതാ. അരിവർഷം നിർത്തിപ്പോ പിണ്ണാക്ക എഴുതിയിട്ടാ? പശുക്കൾക്കാ. എടാ വിജയ, എന്താടാ ദാസ? എടാ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? ഏത് ബുദ്ധി? അല്ല, കണ്ടവന്റെ ഇടിയും തൊഴിയും വാങ്ങി നക്കാപ്പിച്ച ശമ്പളത്തിന് ജോലി ചെയ്യുന്നതിന് പകരം ഇതുപോലെ സ്വയം ബിസിനസ് ചെയ്യാനുള്ള ബുദ്ധി. ദാസ, ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ. നമ്മുടെ ചെലവ് കഴിച്ചുള്ള മുഴുവൻ കാശും മാറ്റിവെക്കണം. ഇപ്പൊ 2 പശുക്കളല്ലേ? അതെ. അത് 4 ആയി, 10 ആയി, 50 ആയി, 100 ആയി, 1000 ആയി. നമുക്ക് നല്ല ഒരു വീട് കെട്ടണം. ഒരു കാറ് വാങ്ങണം. ഒരു ഫ്രിഡ്ജ്, AC, VCR, TV. നമുക്കങ്ങ് സുഖിക്കണം. അവറ്റകളുടെ കരച്ചിൽ കേൾക്കാൻ തന്നെ എന്തൊരു സുഖം, എന്തൊരു സംഗീതാത്മകം. ഐശ്വര്യത്തിന്റെ സൈറം മുഴങ്ങുന്നത് പോലെ ഉണ്ടല്ലേ? ഈശ്വര രക്ഷിക്കണേ. അകിടിന്റെ ലക്ഷണം കണ്ടിട്ട് ഈ പറയുന്ന 40 50 നടപ്പുള്ള കാര്യമല്ല സാർമാരെ. കാലത്തും വൈകിട്ടും കൂടി 10-12 കിട്ടിയ ഭാഗ്യം. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അധികം പാകിട്ടാനുള്ള വഴി തീരില്ല. അങ്ങനെയല്ലല്ലോ പണിക്കരമാവൻ പറഞ്ഞത്. എന്നാ അങ്ങോട്ട് ഒന്ന് നടക്കാൻ പറ. അതെ, ആക്ച്വലി ഇതിപ്പോ എത്ര ലിറ്റർ കാണും? 6 ലിറ്റർ ഉണ്ടാവും. അയ്യോ, ചുരുങ്ങിയതൊരു 10 ലിറ്ററെങ്കിലും രാഘവേട്ടന്റെ കടയിൽ കൊടുത്തേ പറ്റൂ. ബാക്കി വെള്ളം ചേർത്താ മതി. തമിണ്ടാതിരടോ, അങ്ങനെ വഞ്ചിച്ചുള്ള ലാഭം ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ അങ്ങനത്തെ പാർട്ടീസ് അല്ല. എന്നാ ഞാൻ ഈവനിങ് വരാം. വിജയ, ഇതിപ്പോ ഒരു 8 ലിറ്ററെങ്കിലും
രാഘവേട്ടന് കൊടുത്തില്ലേ എങ്ങനാ? നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. അയ്യേ, കുറച്ച് വെള്ളം ചേർക്കാം, നല്ല മുഴുപ്പുള്ള പാലാ. കുറച്ച് ചേർക്കാം അല്ലേ? ചേർക്കാം. ചേർക്കാം. ആദ്യത്തെ കറവയായതുകൊണ്ട് പാലിത്തിരി കുറവാ രാഘവേട്ട. 8 ലിറ്ററേ ഉള്ളൂ. പക്ഷെ ശുദ്ധമായ പശുവിന്റെ പാലായതുകൊണ്ട് 10ന്റെ ഗുണം ചെയ്യും. ഒരു കച്ചവടം എന്ന് വെച്ചാ വാക്ക് പറഞ്ഞാ വാക്കായിരിക്കണം. ഇന്ന് ഒരു ദിവസത്തേക്ക്, പിന്നെ നിർബന്ധമാണെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് 2 ലിറ്റർ കറന്നു തരാം. കാരണം വേറെ പാല് ഞാൻ നിർത്തിയിരിക്കുക നിങ്ങൾക്ക് വേണ്ടി. കുഴപ്പമില്ല. അപ്പൊ ഒരു 40 രൂപ ഇങ്ങനെ. പശുക്കൾക്ക് നല്ല ഫുഡ് വാങ്ങിച്ചു കൊടുക്കണ്ടേ, നല്ല പോഷകാഹാരം. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. എന്തു പറ്റി? പച്ചവെള്ളം ഞങ്ങളുടെ കിണറ്റിലും വേണ്ടോളം ഉണ്ടെന്ന് പറയാൻ പറഞ്ഞു. കടയിലോട്ട് വരാൻ പറഞ്ഞു. വന്നില്ലേ നാട്ടുകാരും കൂട്ടി അച്ഛൻ ഇങ്ങോട്ട് വരുമെന്ന് പറയാൻ പറഞ്ഞു. നീ ആ രൂപ ഇങ്ങെടുത്തേ. ഇങ്ങെടുത്തേ. അതെ, ഞങ്ങൾ ആരെയും കൊന്നിട്ടൊന്നുമില്ലല്ലോ. ഇത് അച്ഛൻ്റെ കൊടുത്തേക്ക് മോനെ. അതെ, പുറത്താരോടും പറഞ്ഞ് ഞങ്ങളെ നാറ്റിക്കരുതെന്ന് അച്ഛനോട് പറയാൻ പറഞ്ഞു എന്ന് പറ. ബാങ്കിൽ നിന്ന് കാശ് വാങ്ങി തന്നിട്ട് എന്നെ കള്ളനാക്കി എന്റെ വെക്കിട്ട് കയറാൻ വരുന്നു. തൊഴുത്ത് മാറി കെട്ടിയാൽ ഏത് പശു ആയാലും 3-4 ദിവസത്തേക്ക് അത്ര ചെറുത്തു. അങ്ങനെ ചെറുത്തുന്ന പശുവിനെ ഞങ്ങൾക്ക് വേണ്ടെങ്കിൽ പോയി കേസ് കൊടുക്കും. അമ്മാവ, ഇത് ഞങ്ങളോട് വേണ്ടായിരുന്നു. ആ കറവക്കാരനോടെ ഇത്തിരി നെയ്യും കൂട്ടി നല്ലോണം പിഴിഞ്ഞ് കറക്കാൻ പറയാം. അതൊക്കെ പറഞ്ഞതാ. ഇനിയും പറ. എന്നാ നിങ്ങൾ വന്ന് കറക്ക്. അതേ, നിന്റെ മറ്റവനോട് പറഞ്ഞോ. തന്നോട് ദൈവം ചോദിക്കും. പിന്നെ ദൈവത്തിന് അതല്ലേ ജോലി. ഇക്കാലത്ത് ഒരു ഉപകാരം ചെയ്യാൻ പാടില്ല. ആരാ വിജയൻ? ബാങ്ക് മാനേജർ ചെല്ലാൻ പറഞ്ഞു. തവണ മുടക്കിയ പശുക്കളെ ജപ്തി. ഓ, ബാങ്കിൽ നിന്നാണോ? ഞങ്ങള് നാളെ വന്ന് അടച്ചോളാം. ഡെയിലി അടയ്ക്കാവുന്നല്ലേ വ്യവസ്ഥ? ആ വ്യവസ്ഥക്കനുസരിച്ച് പാല് കിട്ടുന്നില്ല. അത് ഞങ്ങൾക്ക് അറിയണ്ട. ഈ ജപ്തി ചെയ്ത് കളയും എന്ന് പറഞ്ഞ് വിരട്ടൊന്നരുത്. ഈ പശു വ്യവസായത്തിൽ തൊഴുത്ത് കെട്ടാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മളാണ്. ഒരു കൂട്ടു വ്യവസായമാകുമ്പോൾ നഷ്ടം വന്നാൽ 2 പാർട്ടീസും സഹിക്കണം. ബാങ്കിനെ വെട്ടിക്കാനാണോ ഉദ്ദേശം? ഉദ്ദേശമല്ല, പരിസ്ഥിതി. കുഴപ്പമില്ല, ഞങ്ങൾ നിയമ നടപടിയിലേക്ക് നീങ്ങാം. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. അല്ല, സാർ, ഇത് വായിക്ക. നീ അയാളോട് കയർത്ത് സംസാരിച്ചത് തീരെ ശരിയായില്ല. നടപടി വല്ലതും വന്നാൽ നിനക്ക് പേടിക്കാനില്ലല്ലോ. ലോൺ എന്റെ പേരിലല്ലേ. എന്നെ ജയിലിൽ കയറ്റാനുള്ള ആഗ്രഹം നിനക്ക്. എടാ, ഒരു യഥാർത്ഥ സുഹൃത്തിനെ അവിശ്വസിക്കുന്നവൻ, അതായത് നീ, ഒരു കാലത്തും ഗുണം പിടിക്കില്ല. പാലിന്റെ അളവ് അന്നു പുറകോട്ടാ. എന്റെ കറവിന്റെ തരാറാണെങ്കിൽ വേറെ ആളെ നോക്കിക്കും. എന്റെ കൂടി എന്നത് എത്ര ലിറ്റർ ഉണ്ടാവും? 4 ഉണ്ടാവും. 4? പിഴിഞ്ഞ് ഒടുവിൽ പശുവിന്റെ പോലെ ചോര വരാൻ തുടങ്ങി. ഞാൻ പോട്ടെ, എന്റെ കൂലിതാ. എല്ലാം കൂടി നാളെ തരാം. നാളെ തരണ്ട, കുഴപ്പമില്ല. ഈ പാല് ഞാൻ കൊണ്ടുപോകും. തോന്നിവാസം കാണിക്കരുത്. റേഷനേജ് വാങ്ങാൻ എനിക്ക് വേറെ തൊഴിലൊന്നും അറിയില്ല. എല്ലാത്തിനും കാരണം നീയാ. അതെ. നീ എന്താ ഇരുട്ടത്തിരിക്കുന്ന? ജീവിതം മൊത്തം ഇരുട്ടിലേക്ക് നീങ്ങുകയല്ലേ. അങ്ങനെയൊന്നും പറയാതെ വിജയ. നമുക്ക് മാത്രമല്ല, എല്ലാവർക്കും കഷ്ടകാല. വരൾച്ച, അണക്കെട്ട് ചോർച്ച, പവർക്കെട്ട്, തമിഴ് പുലി, ആകെ കുഴപ്പമാ. എന്നാലും നിന്നെ ജയിലിൽ കയറ്റാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് നീ പറഞ്ഞു കളഞ്ഞില്ലേ? അത്രയ്ക്ക് വേണ്ട. അത്രയ്ക്കും വേണ്ടായിരുന്നു. ജന്തുക്കള് ഇവറ്റകൾക്ക് രാത്രി ഉറക്കമില്ല. കൊലവിളി നടത്തുക, കൊലവിളി. എടാ, അതിന് പിണ്ണാക്കും വെള്ളവും ഒന്നും കൊടുക്കാഞ്ഞിട്ടാ. ഇച്ചിരി തേങ്ങാ പിണ്ണാക്ക് ബാക്കിയുണ്ടായിരുന്നത് ഞാനങ്ങ് തിന്നു. അത് ശരി. അതാ ഞാൻ നോക്കിയപ്പോ കാണാഞ്ഞത്.